ടാലൻറ്റഡ് ക്രിയേറ്റീവ് സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസിൻ്റെ കൺസെപ്റ്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ പ്രതീക്ഷിക്കാം. അതാണ് 5 മാർക്കിൻ്റെ മറ്റൊരു ഏരിയ. അപ്പോൾ 20 മാർക്കായാലോ. കേറ്ററ്റ് കാറ്റഗറി 1ൻ്റെ സൈക്കോളജി സിലബസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? 30 മാർക്കിൻ്റെ സൈക്കോളജി ചോദ്യങ്ങൾ കേറ്ററ്റ് കാറ്റഗറി 1ൽ എവിടെ നിന്നെല്ലാമാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്, എത്ര മാർക്ക് വെച്ച് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കേറ്ററ്റ് കാറ്റഗറി 1ൻ്റെ സൈക്കോളജിയുടെ സിലബസിലേക്ക് കടക്കുമ്പോൾ അവിടെ ആദ്യ ഭാഗത്ത് മൊത്തം ക്വസ്റ്റ്യൻസ് 30 മാർക്കാണ് ഇവിടെ ഉള്ളത്. നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായും 25-ന് മുകളിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. 30-ൽ 30 നേടിയ ദിവസങ്ങൾ പോലും പല എക്സാമുകളിലും ഉണ്ടായിട്ടുണ്ട്. എൻട്രിയുടെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും 25-ന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായിട്ട് ക്ലാസ്സുകളെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ 15 ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തു നിന്നാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റും ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തിയറികളുടെയും ക്ലാസ് റൂം ആപ്ലിക്കേഷൻസിൽ നിന്നൊക്കെയാണ് 15 ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതിനകത്ത് വരുന്ന കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് ചൈൽഡ് ബിഹേവിയർ, അവിടെ ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ഇൻ്റർവ്യൂ, സൈക്കോളജിക്കൽ ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് വികാസവുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾസും കാര്യങ്ങളെല്ലാം അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് ആൻഡ് വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട തിയറീസ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലേ, നമ്മൾ സെഫാലോ കോഡൽ, പ്രോക്സിമോ ഡിസ്റ്റൽ, ഇതൊക്കെ പഠിക്കുന്ന. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് ഓൺ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അപ്പോൾ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം അതിൽ എൻവയോൺമെൻറ്റും ഹെറിഡിറ്റിയും എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്നതും നമ്മൾ ജനറലായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്തത് കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ആണ്. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു, അതുപോലെ തന്നെ ചില മെത്തേഡ്സും കഴിഞ്ഞു. ഇനി ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള തിയറീസ്, അതിൽ കണ്ടീഷനിങ്, പാവലോയുടെയും സ്കിന്നറുടെയും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പാരൻ്റ് കണ്ടീഷനിങ്ങും ക്വസ്റ്റ്യൻസ് എപ്പോഴും ആവർത്തിക്കുന്ന ഏരിയയാണ്. ഇൻസൈറ്റ് ലേണിംഗ്, ജസ്റ്റാർട്ട് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ആവർത്തിക്കാറുണ്ട്. കൊഗ്നിറ്റീവ് ലേണിംഗ്, പിയാഷയും ബ്രൂണറും വൈഗോസ്കി. ഇപ്പോൾ പാവലോ, സ്കിന്നർ, ജസ്റ്റാർട്ട് സൈക്കോളജിസ്റ്റുകൾ, പിയാഷെ, ബ്രൂണർ, വൈഗോസ്കി, ഇവരൊന്നും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്, ആവർത്തിച്ച് ചോദ്യം ചോദിക്കുന്ന ഏരിയയാണ്. റിലേഷൻ ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ്, ലേണർ റെഡിനെസ് ഓഫ് മച്ചുറേഷൻ, ഇതെല്ലാം ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജനറൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. പിയാഷെ, കോൾബർഗ് ആൻഡ് വൈഗോസ്കി, കൺസ്ട്രക്ട്സ് ആൻഡ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കോൾബർഗിൻ്റെയും വൈഗോസ്കിയുടെയും പിയാഷയുടെയും കൺസെപ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് സെൻറ്റേർഡ് ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, ആക്ടിവിറ്റി ബേസ്ഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് തുടങ്ങിയ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും കൊടുത്തിരിക്കുന്നു. ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് കൺസ്ട്രക്ട് ഓഫ് ഇൻ്റലിജൻസ്, തിയറീസ് ഓഫ് സ്പിയർമാൻ, ഗിൽഫോർഡ്, തേഴ്സ്റ്റൺ ആൻഡ് ഗാർഡനർ. സ്പിയർമാൻ്റെ തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്, ഗിൽഫോർഡിൻ്റെ ഇൻ്റലിജൻസ് തിയറി, തേഴ്സ്റ്റൻ്റെയും ഹോവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി, ഈ തിയറികളിൽ നിന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാരാണ് സ്പിയർമാനും ഗിൽഫോർഡും തേഴ്സ്റ്റണും ഗാർഡനറും എല്ലാം ആവർത്തിച്ച് ക്വസ്റ്റ്യൻ വരുന്ന മേഖല. ദെൻ നോം ചോംസ്കി, വൈഗോസ്കി, പിയാഷയുടെയൊക്കെ ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന് പറയുന്ന ആശയമായിട്ട് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ കൺസെപ്റ്റിൽ നിന്നും ചോംസ്കിയുടെയൊക്കെ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റും. ജെൻഡർ ആസ് എ സോഷ്യൽ കൺസെപ്റ്റ്, ജെൻഡർ റോള്, ജെൻഡർ ബയാസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ആവർത്തിക്കുന്നതാണ്, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയയാണ്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എമോങ് ലേണേഴ്സ്, അണ്ടർസ്റ്റാൻഡിങ് ഡിഫറൻസ് ബേസ്ഡ് ഓൺ ഡൈവേഴ്സിറ്റി ഓഫ് ലാംഗ്വേജ്, കാസ്റ്റ്, ജെൻഡർ, കമ്മ്യൂണിറ്റി, റിലീജിയൻ എക്സെട്ര. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, സ്കൂൾ ബേസ്ഡ് അസസ്മെൻറ്റ്, ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് തുടങ്ങിയ ആശയങ്ങളിൽ നിന്നുള്ള കൺസെപ്റ്റുകളും ഇതെല്ലാം ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇവിടുന്ന് അസസ്മെൻറ്റ് ആൻഡ് ലേണിംഗ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ആവർത്തിക്കുന്നതാണ്. ദെൻ CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, പെർസ്പെക്റ്റീവ്സ് ആൻഡ് പ്രാക്ടീസ്, CCE ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ അസസ്സിങ് ലേണർ അച്ചീവ്മെൻറ്റ്, ഗ്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് ഗ്രേഡിംഗ്, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കോൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ബേസിക് അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി, അതിൽ സൈക്കോ അനലിറ്റിക്സ്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക് തിയറി, അതുപോലെ ട്രേറ്റ് തിയറി, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഡിഫൻസ് മെക്കാനിസം, ഇതൊക്കെ ക്വസ്റ്റ്യൻസിന് വരാറുള്ളതാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ 15 മാർക്ക് വരുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അടുത്തത് നോക്കൂ, കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരെ ചോദിക്കും, 5 ക്വസ്റ്റ്യൻസ് വരെ വരുന്ന ഏരിയയാണ്. അതേപോലെ തന്നെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സും അതിനകത്ത് വരുന്നതാണ്. എക്സെപ്ഷണൽ ചിൽഡ്രൻസിൻ്റെ കൺസെപ്റ്റ്, അതുപോലെ തന്നെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ, ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളെക്കുറിച്ചുള്ള അറിവുകൾ, അതിൽ ഡിസഡ്വാൻറ്റേജ് ആൻഡ് ഡിപ്രൈവ്ഡ് ആൾക്കായിട്ടുള്ള കുട്ടികളുടെ കൺസെപ്റ്റുകൾ, അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി, അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ, ടാലൻറ്റഡ് ക്രിയേറ്റീവ് സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസിൻ്റെ കൺസെപ്റ്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ പ്രതീക്ഷിക്കാം. അതാണ് 5 മാർക്കിൻ്റെ മറ്റൊരു ഏരിയ. അപ്പോൾ 20 മാർക്കായാലോ. ഇനി വരുന്നത് ലേണിംഗ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് പെഡഗോഗി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചിൽഡ്രൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, പഠിക്കുന്നത്,
ഹൗ ആൻഡ് വൈ ചിൽഡ്രൻ ഫെയിൽസ് ടു അച്ചീവ് സക്സസ് ഇൻ സ്കൂൾ പെർഫോമൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. അതുപോലെ ലേണിങ്ങിനെ അച്ചീവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകൾ, ബേസിക് പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, ചിൽഡ്രൻ സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ് ആസ് എ സോഷ്യൽ ആക്ടിവിറ്റി, സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓഫ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള ആശയങ്ങൾ, ചൈൽഡ് ആസ് എ പ്രോബ്ലം സോൾവർ ആൻഡ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ, അതിൽ തന്നെ പിയാഷെ, ബ്രൂണർ, വൈഗോസ്കി എന്നിവരുടെ ആശയങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള പെഡഗോഗിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകൾ, ആൾട്ടർനേറ്റീവ് കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ഇൻ ചിൽഡ്രൻ, അണ്ടർസ്റ്റാൻഡിംഗ് ചിൽഡ്രൻസ് എറേഴ്സ് ആസ് സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്സ് ഇൻ ദ ലേണിംഗ് പ്രോസസ്, സെൽഫ് കറക്റ്റീവ് നേച്ചർ ഓഫ് ദ ചൈൽഡ് തുടങ്ങിയ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്. അവിടെ നിന്നും അങ്ങനെ ചോദ്യങ്ങൾ വരാറില്ല, എന്നാലും ജനറൽ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി കൊഗ്നിഷൻ ആൻഡ് ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട്, ചൈൽഡ്ഹുഡ് ഇമോഷണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബ്രിഡ്ജസ് ചാർട്ട് പോലുള്ള കാര്യങ്ങൾ, തിങ്കിങ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെ മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ്, എങ്ങനെയാണ് മോട്ടിവേഷൻ്റെ ഇൻഫ്ലുവൻസ് ലേണിംഗിൽ വരുന്നത്, മാസ്ലോയുടെ തിയറി ഓഫ് മോട്ടിവേഷൻ, മാസ്ലോ എപ്പോഴും ആവർത്തിക്കുന്ന ഏരിയയാണ്, ചോദ്യമായിട്ട് വരാറുണ്ട്. ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ലേണിംഗ്, പേഴ്സണൽ ആൻഡ് എൻവയോൺമെൻറ്റൽ, ഇതല്ല പേഴ്സണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവസാനം ഇവർ പറഞ്ഞിരിക്കുന്ന 2 പോയിന്റ് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് ക്ലാസ് റൂം കോണ്ടെക്സ്റ്റിലായിരിക്കും, ക്ലാസ് റൂമിനകത്ത് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ക്ലാസ് റൂം കോണ്ടെക്സ്റ്റ് ഷുഡ് ബി പ്രൈമറി ലെവൽ. കാറ്റഗറി 1നെ സംബന്ധിച്ചുകൊണ്ട് ക്ലാസ് റൂം കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി ലെവൽ ആയിരിക്കും എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. 30 ചോദ്യങ്ങൾ 30 മാർക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ രീതി. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ എൻട്രിയുടെ കോഴ്സ് എടുത്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ 25 മാർക്ക് സ്കോർ ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ ഉയരണം. അതിനുള്ള കണ്ടന്റ് എൻട്രി നൽകുന്നുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ്. ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ എൻട്രിയുടെ കേറ്ററ്റ് കോഴ്സ് നിങ്ങളെ സഹായിക്കും. എല്ലാവർക്കും സ്വാഗതം.